ഇറാനും US തമ്മിൽ ഉള്ള യുദ്ധം അവസാനിക്കുമെന്ന തോന്നൽ നമുക്ക് വന്നു തുടങ്ങിയപ്പോൾ ഇതാ പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ ട്രംപ് ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ്. അത് മറ്റൊന്നുമല്ല, ഹോർമുസ് കടലെടുക്ക് അമേരിക്ക പിടിച്ചെടുത്തു എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. ഹോർമുസ് കടലെടുക്കിന്റെ പേര് മാറ്റി അമേരിക്കൻ കടലെടുക്ക് എന്നാക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇറാൻ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിൽ ട്രംപ് തന്നെ അവകാശപ്പെടുന്നത് ഹോർമുസ് ഇപ്പോൾ പൂർണ്ണമായും US സൈന്യത്തിന്റെ അധീനതയിലാണ് എന്നുകൂടി പറയുന്നു. ഇറാൻ പറയുന്നത് ഇത് തങ്ങളുടെ കടലെടുക്കാണ്, ഇതുവഴി ഒരു കപ്പലും കടന്നു പോകില്ല, കടന്നു പോകണമെങ്കിൽ തങ്ങളുടെ അനുവാദം കൂടിയേ തീരൂ എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ പെഷസ്കിയാൻ, ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിന് തൊട്ടു മുമ്പ് തന്നെ ഇപ്പോൾ നിലവിൽ ഇറാൻ റിസർവ് ബാങ്കിന്റെ ഗവർണർ നിലവിൽ ഇന്ത്യയിലുണ്ട്. അതായത് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ NDB ബാങ്കിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ഇപ്പോൾ ഇറാനിൽ ഈ ഉപരോധങ്ങളും മറ്റും കൊണ്ട് അവരുടെ വിദേശ കറൻസി ഇടപാടുകൾ നടക്കുന്നില്ല. അപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ബാങ്ക് വഴി ലോണും മറ്റുമൊക്കെ എടുത്ത് ഇറാന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് സഹായകരമാകും. അത്തരത്തിലൊരു നീക്കത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സംഘർഷത്തിന്റെ ഈ സമയങ്ങളിൽ തന്നെ പെഷസ്കിയാൻ ഇന്ത്യയിൽ ബ്രിക്സ് സമ്മേളനത്തിന് എത്തുന്നതും അനവധി ചോദ്യങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.